നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ചെറിയ ജലദോഷമുണ്ട്. അപ്പം എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷമൊന്നും പരത്താതിരിക്കാനായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം. ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. സാനിറ്റൈസർ ഇല്ലാത്ത ഒരു ATM കൗണ്ടറിൽ കയറാത്ത നമ്മളാണ് ഇപ്പൊ സാനിറ്റൈസ് ചെയ്യുന്ന വലിയൊരു കുറ്റമൊക്കെ ആയിട്ട് ഒരു പ്രശ്നമൊക്കെ ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഇതിൽ ഞാൻ ഇപ്പം ജലദോഷം തുടച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഞാനാണ്. നമുക്ക് ഇവിടെ ഒന്നും പ്രശ്നമൊന്നും കാണുന്നില്ല, ചുറ്റുമൊന്നും അങ്ങനെ നമ്മുടെ നമ്പർ അടിക്കുന്ന സ്ഥലത്തോട്ട് ക്യാമറ കാണുന്നില്ല. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. കൈ ഇങ്ങനെ പൊത്തി പിടിക്കും, കണ്ടാ, ഇങ്ങനെ പൊത്തി പിടിച്ച് നമ്മൾ അടിക്കുള്ളൂ. ഇനി മാറ്റി പിടിച്ചു, ആര് കാണണ്ട നമ്പർ. ഇപ്പൊ നമുക്ക് തിരിച്ച് അതൊന്നും സാനിറ്റൈസ് ചെയ്യാൻ നിൽക്കില്ല. ഞാൻ സാനിറ്റൈസ് ചെയ്തിട്ടാണല്ലോ തൊട്ടത്. അത് എനിക്കറിയാം ചേട്ടന് ബുദ്ധി അല്പം കുറവാണെങ്കിലും പറയുന്നതെല്ലാം വിവരക്കേടായിരിക്കും. ഈ പേപ്പർ എന്ന് പറയുവേ, ഇതിന്റെ പ്രിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് കുറെ കെമിക്കൽസ് ഉണ്ട്. സത്യമായി പറയുന്നവനായി പ്രശ്നം തൊട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കൈ ക്ലീൻ ആക്കുക. പ്രത്യേകിച്ചും സാനിറ്റൈസർ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ആക്കി കൈ ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് തന്നെ കഴുകണം. എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു കെമിക്കലും കാര്യങ്ങളും സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.